ഹേ ഗൈസ്, വെൽക്കം ടു ദ ചാനൽ. നമ്മൾ പ്രോഗ്രാമിംഗ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് പ്രത്യേകിച്ച് നമുക്കൊരു കൺഫ്യൂഷൻ വരും. എവിടെയാണ് ജാവാസ്ക്രിപ്റ്റ് പഠിച്ച് നിർത്തേണ്ടത്, എവിടെയാണ് നമ്മൾ നോഡ് ജെ എസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. എന്തുവരെ ജാവാസ്ക്രിപ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് നോഡ് ജെ എസിൽ സ്റ്റാർട്ട് ചെയ്യാം, നോഡ് ജെ എസ് ഡെവലപ്പറായിട്ട് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ നോഡ് ജെ എസിൻ്റെ കോഴ്സ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ഡൗട്ട് വരും അല്ലേ. അപ്പോൾ ബേസിക്കായിട്ട് ജാവാസ്ക്രിപ്റ്റ് എന്തുമാത്രം കാര്യങ്ങൾ നമ്മൾ പഠിക്കണമെന്നാണ് നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത്. മെയിനായിട്ട് പഠിക്കേണ്ട ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് ലെക്സിക്കൽ സ്ട്രക്ചർ, എക്സ്പ്രഷൻ, ഡേറ്റ ടൈപ്സ്, ക്ലാസസ്, വേരിയബിൾസ്, ഫങ്ഷൻസ്, ദിസ് ഓപ്പറേറ്റർ, ആരോ ഫങ്ഷൻസ്, ലൂപ്സ്, സ്കോപ്സ്, അറേസ്, ടെംപ്ലേറ്റ് ലിറ്ററൽസ്, സ്ട്രിക്റ്റ് മോഡ്, പിന്നെ ECMAScript 15 തൊട്ട് മുകളിലേക്ക് ES6 തൊട്ട് മുകളിലേക്ക്. ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കായിട്ട് പഠിക്കേണ്ടത്. ഇതിനകത്ത് പല കാര്യങ്ങൾക്കും ഞാൻ ഓൾറെഡി വീഡിയോ നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസാണ് ഈ കാണുന്നത്. ഇത് നിങ്ങൾക്ക് ലിങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. നിങ്ങൾ ആ വീഡിയോ ഫസ്റ്റ് കണ്ടിട്ട് വന്നിട്ട് മാത്രം, അത് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ അത് കണ്ടിട്ട് വന്നിട്ട് മാത്രം ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. കാരണം ബേസിക് ആ കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം, എന്നാൽ മാത്രമേ നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ ഇത് കൂടാതെ നിങ്ങൾ മെയിനായിട്ട് പഠിക്കുന്ന മറ്റൊരു ടോപ്പിക് കൂടിയുണ്ട്, അതാണ് അസിൻക്രണസ് പ്രോഗ്രാമിംഗ്. അസിൻക്രണസ് പ്രോഗ്രാമിങ്ങിൽ കോൾ ബാക്സ് പഠിക്കണം, ടൈമേഴ്സ്, പ്രോമിസസ്, അസിങ്ക് അവൈറ്റ്, ക്ലോഷേഴ്സ്, ഇവൻറ്റ് ലൂപ്സ്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ, ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ കുറച്ച് പഠിക്കാനുണ്ട്. ഓക്കെ, ഇതിനകത്ത് ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോസിൻ്റെ എല്ലാം ഞാൻ ലിങ്ക് ഇതിലിടാം. അതേപോലെ ചെയ്യാത്ത വീഡിയോസ് നമുക്ക് സമയം കിട്ടുന്നതനുസരിച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത്രയും ബേസിക് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചാൽ മാത്രമേ നിങ്ങൾ ഒരു നോഡ് ജെ എസിലേക്ക് നിങ്ങൾക്ക് കാലെടുത്ത് വെക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം ഇതിനകത്ത് നമ്മൾ പറയാത്ത കുറച്ച് ടോപ്പിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ലെക്സിക്കൽ സ്ട്രക്ചർ നമ്മൾ പറഞ്ഞിട്ടില്ല, ടൈമേഴ്സ് പറഞ്ഞിട്ടില്ല, ഇവൻറ്റ് ലൂപ്പും പറഞ്ഞിട്ടില്ല. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ പറയാനുള്ളത്. ബാക്കിയെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ എല്ലാത്തിൻ്റെയും വീഡിയോസ് ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇത് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് വരിക. ഇവ ഓരോന്നും നമുക്ക് അടുത്ത സെക്ഷനിൽ പഠിക്കാം.